ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഹാർബർ കാണാൻ വന്നതാണ്. പൊന്നാനി പ്രശസ്തമായ പൊന്നാനി ഹാർബർ കാണാൻ വന്നത്. അപ്പോൾ ഇവിടുത്തെ 2 കുട്ടികൾ ഇതിൽ വീഡിയോയിൽ കാണണമെന്ന് ആവശ്യപ്പെട്ടു. നിങ്ങളുടെ പേരെന്താ മക്കളെ? പറഞ്ഞോളി. എന്താണ് നിങ്ങളെ ജോലി? എന്താണ്? അതെ, എവിടെ കോളേജ്? ഇവിടെ ഇപ്പൊ എന്തിന്റെ പിരിവത്? ഒരാൾക്ക് എത്ര? ആള് നടന്നു പോണേന് 10 രൂപ. 10 രൂപ. കാറ് 40 രൂപ, ബൈക്ക് 20 രൂപ. അതെ, ഓട്ടോറിക്ഷ വരുന്നു, അത് കൊടുക്കട്ടെ. എന്നാ ശരി, ഞാൻ പോട്ടെ. നമ്മളിവിടെ പൊന്നാനി ഹാർബറിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഗുരുവായൂർ കോഴിക്കോട് സമറോട്ടെന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പുറത്ത് സൂര്യൻ 5:40 സൂര്യൻ അസ്തമിക്കാനൊന്നായിട്ടില്ല. 6:30 അസ്തമിക്കുള്ളൂ. കുറേ ആൾക്കാർ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്, ഹാർബർ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. പിന്നെ അങ്ങനെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഹാർബറിലേക്കുള്ള വഴിയിൽ റോഡിലൂടെയാണ് കേട്ടോ പോകുന്നത്. ആ ബിൽഡിങ്ങൊക്കെ കാണുന്നത് പൊന്നാനി ഹാർബറിലേക്കുള്ള വഴിയാണ്. പിന്നെ ബിൽഡിങ്ങുകളാണ് ആ കാണുന്ന നീല കാണുന്നത്. നല്ല വഴികളൊക്കെയാണ് ഇവിടെ. വളരെ സുന്ദരമാണ്, ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നമുക്കിവിടെ പോകാൻ പറ്റും. കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട് ഗ്രൗണ്ടിൽ. കുറച്ച് ഗ്രൗണ്ടിൽ കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുട്ടികളവിടെ കളിക്കുന്നത് കാണാം നമുക്ക്. പിന്നെ കുറേ ആൾക്കാർ പോകുന്നത് കാണുന്നുണ്ട്. ഇപ്പോൾ ഹാർബറിൻ്റെ ബിൽഡിങ്ങുകളാണ് ആ നീല പെയിൻ്റ് അടിച്ചിട്ട് കാണുന്ന ബിൽഡിങ്ങുകൾ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാർബറിലേക്ക് എത്താൻ പറ്റും. സൂര്യനെ കാണുന്നു. അപ്പോൾ ഹാർബറുമായി ബന്ധപ്പെട്ട ബിൽഡിങ്ങുകൾ നമ്മുടെ പണിക്കായിട്ട് കുറച്ച് മണ്ണൊക്കെ അവിടെ കാണുന്നുണ്ട്. ബിൽഡിങ് കയറ്റാനായിട്ട് പണികളൊക്കെ ആയിട്ട്. അപ്പോൾ ഹാർബറിലേക്കുള്ള വഴിയിലൂടെയാണ് നമ്മളിങ്ങനെ റോഡിലൂടെയാണ് നടന്നു പോകുന്നത്. അപ്പോൾ സുന്ദരമായ കാഴ്ചയാണ്. ഇവിടെ ബാത്റൂം, കുളിമുറി, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ്റെ പൊന്നാനി ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് അവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഫിഷറി സ്റ്റേഷൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിൻ്റെ ഒരു ഫിഷറി സ്റ്റേഷൻ പൊന്നാനി കാണുന്നുണ്ട്. പ്രകൃതി മനോഹരമായ ഒരു ഭംഗിയുള്ള ഏരിയയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് നമ്മുടെ ഹാർബർ എന്ന് പറയുന്നത്, പൊന്നാനി ഹാർബർ എന്ന് പറയുന്നത്. ഇവിടെ ജങ്കാർ യാത്രയ്ക്കായിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. പടിഞ്ഞാറേക്കര ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, പടിഞ്ഞാറേക്കരയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജങ്കാർ സർവീസ് ഉണ്ട്. അതാണ് ആ കാണുന്നത്. അപ്പോൾ മനോഹരമായ കാഴ്ചകൾ. ഹാർബറിൽ കുറേ ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സുന്ദരമായ പ്രകൃതി മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഹാർബറിൽ കാണാൻ കഴിയും. ജങ്കാറാണ് ആ കാണുന്നത്. അപ്പോൾ ഇവിടെ ഭാരതപ്പുഴയുടെ ഭാഗമാണ്. പുറത്ത് പടിഞ്ഞാറേക്കര ബീച്ച്, ആ പച്ചപ്പ് അപ്പുറത്ത് കാണുന്നത് ജങ്കാർ യാത്ര അഴിമുഖം കൂടി പോയി കഴിഞ്ഞാൽ അവിടെ പടിഞ്ഞാറേക്കര എത്താൻ കഴിയില്ല. കുറേ ആൾക്കാർ ഇവിടെ കാണുന്നുണ്ട്. കുറേ ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ മനോഹരമായ ദൃശ്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പൊന്നാനി ഹാർബർ. ഒരു ജങ്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്, അടുത്ത ജങ്കാർ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. പടിയിലൊക്കെ ആൾക്കാർ കയറാൻ വേണ്ടിയിട്ട് ജങ്കാർ അവിടെ പടിഞ്ഞാറേക്കരയിൽ നിന്ന് ആളുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മനോഹരമായ പൊന്നാനിയുടെ ഹാർബർ നമുക്കറിയാം. വളരെ ചരിത്രകാലം തൊട്ട് വളരെ നമുക്ക് പല ലോകരാജ്യങ്ങളൊക്കെ ആയിട്ട് വ്യാപാരം ഉണ്ടായിരുന്ന ഒരു തുറമുഖ കേന്ദ്രമാണ് പൊന്നാനി. നമുക്ക് പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ചരിത്ര ഗംഭീരമായ ഈ പൊന്നാനി ഹാർബറാണ് നമ്മൾ വീഡിയോയിലൂടെ കാണുന്നത്. അപ്പോൾ എന്തായാലും സൂപ്പറാണ് ഈ വ്യൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളെ പൊന്നാനിയിൽ നിന്ന് ജങ്കാർ ബോട്ട് സർവീസ് അവിടെ പോകുന്നത്. ബോട്ട് സർവീസിനാണ് പൊന്നാനി കാണുന്നത്. കുറേ ആൾക്കാരുമായിട്ട്
ജങ്കാർ പുറപ്പെട്ടു. ആ പച്ചപ്പ് കാണുന്ന പ്രദേശത്തേക്കാണ് യാത്ര. ആ പടിഞ്ഞാറേക്കര പോയാൽ വളരെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ജങ്കാർ വഴി എവിടെ എത്താൻ പറ്റും? പടിഞ്ഞാറേക്കര എത്താൻ പറ്റും. അവിടുന്ന് 1 മണിക്കൂർ യാത്ര ചെയ്താൽ തിരൂരെത്താൻ പറ്റും. അപ്പോൾ ജങ്കാറിൽ കുറേ ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. അവരാണ് യാത്ര പുറപ്പെട്ടാൽ പോകുന്ന സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരൊക്കെ യാത്രയിലുണ്ട്. ആ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കുറേ ബോട്ടുകൾ നിർത്തിയിട്ടുള്ള മനോഹരമായ കാഴ്ചയാണ്. ഈ സമയത്ത് മീനൊക്കെ പിടിക്കാൻ പോയി വന്നിട്ട് കുറേ ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. ആകാശം വളരെ മനോഹരമാണ്. എന്തായാലും ബ്യൂട്ടിഫുള്ളാണ്, സുന്ദരിയാണ്. നമ്മുടെ പ്രകൃതി സൂപ്പറാണ്. ഈ വീഡിയോ കാണുന്നവർക്ക് എന്തായാലും വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഇതിലൂടെ കാണാൻ സാധിക്കുക. കൃത്യമായ കാഴ്ചയാണ്. ഇപ്പോൾ പൊന്നാനി ചരിത്രപ്രസിദ്ധമായ മലപ്പുറം ജില്ലയിലെ, കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ പൊന്നാനിയുടെ ഒരു ചരിത്രം തുളുമ്പുന്ന ഒരു ഹാർബറാണ് ഇവിടെ. മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ വ്യാപാര ബന്ധം ഉണ്ടായിരുന്നല്ലോ കുറേ മുന്നേ. ഇപ്പോൾ നമുക്കറിയാം വികസനമൊക്കെ വന്നതോടുകൂടി ഇപ്പോൾ പല റോഡുകളും വഴികളൊക്കെ ഉണ്ട്. എന്നാലും ബോട്ട് സർവീസും എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ മത്സ്യബന്ധനമാണ് ഇവിടുത്തെ പ്രധാനം. ബോട്ട് സർവീസിലൂടെ ഹാർബറിലൂടെ നിർത്തിയിട്ടിരിക്കുന്നത് ബോട്ടുകളാണ്. അപ്പോൾ എന്തായാലും നമുക്കറിയാലോ ഇനിയിപ്പോൾ മത്സ്യബന്ധനത്തിൻ്റെ വികസനത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യം നിങ്ങൾക്കറിയാം. കുറേ ആൾക്കാർക്ക് തൊഴിൽ, കുറേ ആൾക്കാർക്ക് ഭക്ഷണം, അങ്ങനെ കുറേ ആൾക്കാർക്ക് വരുമാനം, ജീവിതമാർഗം, അങ്ങനെ മൊത്തത്തിൽ വളരെ മനോഹരമാണ്. ഇപ്പോൾ നമ്മൾ പണ്ട് ഒക്കെ കണ്ടിരുന്ന പുസ്തകത്തിലൊക്കെ വായിച്ചിരുന്ന മരങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ട് 2 യുവാക്കൾ വലിച്ച് തുഴഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് ആ കാണുന്നത്. 2 പുരുഷന്മാർ യുവാക്കൾ കേട്ടോ. 4 തടികൾ കൂട്ടിയിട്ടിട്ടാണ് അവർ തുഴഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ ജങ്കാർ പടിഞ്ഞാറേക്കരയിൽ നിന്ന് തിരിച്ചു വരുന്ന ജങ്കാർ അതാ തിരിച്ചു വരുന്നു. ഒരു കാഴ്ചയുടെ അവിടെ നമുക്ക് കാണുന്നത്. എന്തായാലും ഇവിടുത്തെ മനോഹരമായ കാഴ്ച അഴിമുഖം, പൊന്നാനി അഴിമുഖമാണ്. ഭാരതപ്പുഴയും അപ്പുറത്തെ അറ്റത്ത് കാണുന്ന അറബിക്കടലിലേക്ക് ചേരുന്ന ഭാഗം അഴിമുഖം. അഴിമുഖത്തൂടെയാണ് ജങ്കാർ കടവ് അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് ഉള്ളത്. അപ്പോൾ എന്തായാലും മനോഹരമായ കാഴ്ചയാണ്. കാറ്റ് കൊള്ളാനൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പ്രകൃതി മനോഹരമായ കാഴ്ച ആസ്വദിക്കാൻ വന്നിട്ടുണ്ട്. എന്തായാലും സൂപ്പറാണ്. ഹലോ, ഇതിൽ പറയുന്നത് പടിഞ്ഞാറേക്കരയിലേക്ക് ജങ്കാർ യാത്രയല്ല. മുന്നേ ആയിരുന്നു ജങ്കാർ യാത്ര, ഇപ്പോൾ ബോട്ട് യാത്രയാണ്. ബോട്ട് യാത്രയായിട്ടാണ് നിങ്ങൾ അത് കരുതേണ്ടത്. ഈ വീഡിയോയിലൂടെ ദൃശ്യമാവുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.